ബാക്ക്. ഞാൻ ചോദിക്കട്ടെ ബ്രോ, ഫ്രീ ഫയർ അവ ആകെ കളിക്കുന്ന രണ്ട് ഗെയിമും ഫ്രീ ഫയർ ആൻഡ് മൈൻക്രാഫ്റ്റ്. അപ്പൊ ഫ്രീ ഫയറിൽ എൻഡർമാൻ ഉണ്ടോ ബ്രോ? ഇല്ല. അപ്പൊ പിന്നെ ഏത് ഗെയിമാണെന്ന് എടുത്തൂടെ ബ്രോ? നിന്റെ ഐക്യു അത്രയ്ക്ക് കുറവാണോ ബ്രോ? എന്റെ അതങ്ങനെയൊക്കെ പലതും പറയാം പോടെ. ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുന്നതാ. സഞ്ജയ് നിനക്ക് കാണാമോ? അവന് കാണാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഉണ്ടാക്കി. സഞ്ജയ് ബ്രോ വാ തുറന്ന് വല്ലതും പറക്കൂന്നല്ല പറയൂ ബ്രോ. ബ്രോ ഐക്യൂയും ഇക്യൂയും തമ്മിലൊരു ബന്ധവുമില്ല. ക്യൂക്യൂവും കാക്യൂവും തമ്മിലൊരു ബന്ധവുമില്ല. അതേപോലെ കീക്യൂവും കാക്യൂവും തമ്മിലൊരു ബന്ധവുമില്ല. സഞ്ജയ് ബ്രോ നമ്മൾ ഈസി ആക്കാൻ പോകുന്നില്ല ഗൈസ്. ഞാൻ സോംബിനെ കൊന്നോണ്ടിരിക്കുന്നു. ഞാൻ ഈസി ആക്കി. ആഹാ നല്ല രസമാണ് എനിക്കിങ്ങനെ സോംബിനെ കൊല്ലാൻ. ഞാൻ സോഡ് ഉണ്ടാക്കിയിട്ട് സോംബിയെ കൊന്നേ. അമ്മത്തി ഞാൻ പോണു. ഞാൻ ഇവിടെ നിൽക്കൂല ബ്രോ. എന്താണ് ബ്രോ ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? എന്താണ് ക്രീപ്പർ ബ്രോ ഇങ്ങനെ? ഞാൻ കണ്ട്. ചാവു പോ. അവനെ ക്രീപ്പറിനെ തീർത്തിട്ടുണ്ടേ. ഓ എനിക്കും കിട്ടിയടാ അത്. ഓ അതെനിക്ക് മാത്രം കിട്ടി. ഞാൻ ഇവിടെ നിന്ന് അടിക്കാം അവനെ. അവൻ ചത്ത്. ഞാനല്ല അവൻ. ക്രീപ്പറിന്റെ ഒന്നും കിട്ടിയില്ലല്ലോ. സ്പൈഡറിനെ കൊന്നിട്ട് കണ്ട് വാ ബ്രോ. സ്പൈഡറിനെയൊക്കെ നമുക്ക് ഇപ്പൊ തീർത്താ പോയായിരുന്നു. വലയിട്ട് വരും ബ്രോ. വലയിട്ട് വരും. ഇന്നലെ സഞ്ജയ് കണ്ട് ഞാൻ സ്പൈഡർമാന്റെ പവർ അല്ലടാ സഞ്ജയ്. എനിക്ക് പന്നി ഇറച്ചി കിട്ടി. ആ സ്പൈഡറിനെ സ്ട്രിങ് ഉണ്ടാക്കാനുള്ള സാധനമായി എനിക്ക്. അമ്മത്ത് എന്നെ ഇപ്പൊ കൊല്ലും മിക്കവാറും. എന്റെ ബോയൊക്കെ നേരത്തെ പോയി ബ്രോ. ഞാൻ ഇപ്പൊ ചാവും പേടിക്കണ്ട. ഇനി നിന്നാ ഞാൻ ചാവും. ഞാൻ ഇപ്പൊ ഓടയാണ് ബ്രോ. I am running bro. You are running. I know bro. You know? അമ്മത്ത് I know. ഞാൻ ഓടുന്നതാണ് ഇവിടെ നല്ലത്. സ്കെലട്ടനെ തന്നെ ഞാൻ പോയി കുത്തി. നിന്റെ അടുത്ത് സോംബി അല്ലേ ഉള്ളു. അത് അടുത്ത് വന്നാലേ നിന്നെ കുത്തു. ബട്ട് എന്റെ അടുത്ത് നിൽക്കുന്ന സ്കെലട്ടൺ ആണ് ബ്രോ. അത് എന്നെ ദൂരെ നിന്ന് അടിച്ചിടും. ആ സ്കെലട്ടൺ എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ ബ്രോ. ക്രീപ്പർ നിന്റെ അടുത്ത് ഇരിക്കണമെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ബ്രോ. കൺഗ്രാറ്റുലേഷൻസ്. അമ്മത്തേ അത് കിട്ടി.
എടാ ബാക്ക് അടിക്കാൻ വഴിയില്ല. ആ ഓ ക്രീപ്പറിന്റെ തല. ക്രീപ്പറോ റീസ്പോൺ ആവില്ല. അയ്യാ ക്രീപ്പർ റീസ്പോൺ ആവുന്നില്ല. 11 11 മൈനസ് അല്ലേ 11 എങ്ങനെയാ? അതൊക്കെ ഉണ്ട് ബ്രോ. നമ്മള് പവറാണ് ബ്രോ, പവർ. പവറില്ല, നീ ഒന്ന് പറഞ്ഞാ കൂടി. പീസ് വിട്ടാണ് പീസ്ഫുൾ ഒന്നും ഇടാൻ പറ്റില്ല ബ്രോ. പീസ് വിട്ടിട്ട് നീ ഈസി ആക്കിയോ? അതെന്റെ എത്തിക്സിന് പീസ് വിട്ടിട്ട് നീ ഈസി ആക്കി. അതെന്റെ എത്തിക്സിന് എതിരാണ് ബ്രോ. എന്റെ എത്തിക്സിന്റെ മീനിങ് എനിക്കറിയാം. എത്തിക്സ് ഒക്കെ എനിക്കറിഞ്ഞൂടാ. നീ മാറ്റടാ. എടാ നീ വാ. നീ മാറ്റി പീസ്ഫുൾ ആക്ക്. പീസ്ഫുൾ ആക്കിയില്ലെങ്കിൽ ഇപ്പൊ എന്ത്? പീസ്ഫുൾ ആക്കിയിട്ട് തന്നെ മാറ്റി ഇത് ഈസി ആക്കിട്ടോ. അതെന്തിനങ്ങനെ? എന്റെ ഹങ്കർ കുറഞ്ഞ് എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഹങ്കർ കുറഞ്ഞ് ഓടാൻ പറ്റില്ല. ഓ അങ്ങനെ ഉണ്ടല്ലേ. അയ്യോ എനിക്ക് ഹങ്കർ കുറയാണ്. ഞാൻ ഓർത്തില്ല. നിനക്ക് ഓടാൻ പറ്റില്ല. പീസ്ഫുൾ ഇടുന്നതിന് വരെ ഹാർഡാണ് ബ്രോ. ആക്കി കുഴപ്പം വല്ലതും ഉണ്ടോ? ഡാമേജ് കിട്ടിയില്ല ബ്രോ. ഡാമേജ് കിട്ടണമെങ്കിൽ മിനിമം ഈസി എങ്കിലും ആവണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കേ ബ്രോ. യെസ് ബ്രോ. ഞാൻ സ്കെലറ്റൻ്റെ കൂടെ എങ്ങനെയെങ്കിലും റിവെഞ്ച് ചെയ്യണം എനിക്ക്. അതിനായിട്ട് എനിക്ക് ആദ്യം സ്കെലറ്റൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കിയിട്ട് അവൻ കൊല്ലുമ്പോൾ എൻ്റെ സോഡ് തറയിൽ വീഴും സോഡ്. അപ്പം അത് അവൻ എടുക്കും. അപ്പം അവൻ്റെ ബോ എനിക്ക് കിട്ടും. അപ്പം ഞാൻ അതിട്ട് അവനെ കൊല്ലും. നോക്കിക്കോ. പക്ഷെ ബോ മാത്രം കിട്ടിയാൽ പോരാ, ആരോ കിട്ടണം. ആരോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ അരിക്ക് കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും നടക്കേണ്ടി വരും. സഞ്ജയ് കേൾക്കുന്നുണ്ടോ? സഞ്ജയ് കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ടോ ചോദിച്ചില്ലേ? സോറി ബ്രോ. എന്താണ് ബ്രോ? ഐ ആം അത്ലറ്റ്. സിഎസിന്റെ ഫുൾ ഫോം അല്ല. ഫുൾ ഫോം സിഎസ് റാങ്കില് ഒരുത്തൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നേ. നീ ഹെഡ് അടിച്ചോ? സൂം ചെയ്ത് വെടിയേക്കണ. ഞാൻ ചാടിയിട്ട് ഇങ്ങനെ വെടിയേറ്റത് അവന്റെ ഹെഡ് കയറിയടാ. ഓ വലിയ കാര്യം ബ്രോ. കൈ അടിച്ചുടാ. 2-3 ഹെഡ് അടിച്ചിട്ടുണ്ട്. ഓ ബ്രോ. പക്ഷെ നിന്നെ മാത്രം എനിക്ക് അടിക്കാൻ പറ്റില്ല ഹെഡ്. നീ ന്യൂബായുണ്ട് ബ്രോ. അല്ല, നീ കിടന്ന് കറങ്ങുന്നു. ഹെഡ് അടിക്കണമെങ്കിലേ ബ്രോ എന്ന് പറയണ സഞ്ജയ്, ഹെഡ് അടിക്കണമെങ്കിലേ മിനിമം എനിമി ഒരിടത്ത് നിക്കണം. കുത്തി പിടിക്കണം. നീ കുത്തി പിടിച്ചോ? ഓ ബ്രോ, കുത്തി പിടിക്കണം അല്ലേ? നമുക്ക് സാപ്ലിങ് കിട്ടും. സാപ്ലിങ് നമുക്ക് സാപ്ലിങ് ഉണ്ടാക്കാം. സാപ്ലിങ് ഉണ്ടെങ്കിൽ വീഴുന്നില്ലല്ലോ. ആപ്പിള് കിട്ടി ഗൈസ്. ആപ്പിള്. ഓ അതെങ്ങനല്ലേ? തെങ്ങീന്ന് തേങ്ങ കിട്ടണ പോലെയാണല്ലോ തെങ്ങീന്ന് ആപ്പിൾ കിട്ടണത് ഇപ്പം. വന്നു തെങ്ങിന് ആപ്പിളാ കിട്ടി തുടങ്ങിയത്. ഇന്നലാണെങ്കിൽ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട്, മറ്റേ ഇതൊന്ന ചെടി ഉണ്ടല്ലോ, അതെനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട്. ഓ ഐ സി. ഓ ഇപ്പൊ ഞാൻ ഐസിയോട് തന്നെ കിടന്നേനെ. വീണ്ടും കിടന്നേനെ. പ്ലീസ് അല്ല, പ്ലീസ് ഗിവ് മീ എ സാപ്ലിംഗ് ബ്രോ. മാപ്പിന്റെ വെളിയാണ് നിൽക്കുന്നത്. ഞാൻ -3 എത്തി ബ്രോ. -3? യെസ് ബ്രോ. നൈസ്. ആരുടെ കാൽക്കുലേറ്റർ കളിക്കുന്നത്? നൈസ്. ഔച്ച്. വാവ്, ഞാൻ കോബിൾസ്റ്റോൺ മൈനിങ്ങിനായിട്ട് പോവുകയാണ്. കോഡ് നീ ആരെ പേടിക്കുന്നത്?
സ്കൂൾ വർക്ക് അവന് കൊടുക്കും. നമുക്ക് നാളെ തൊട്ടല്ലേ നമുക്ക് നാളെ തൊട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ലൈവ് വരുന്നതായിരിക്കും. ലൈവ് വന്നിട്ട് കാര്യമില്ല, എന്നാൽ ലൈവ് വന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ എന്താ കോബിൾ സ്റ്റോൺ നമ്മൾ സ്കൈ ബ്ലോക്ക് കളിക്കുന്നതായിരിക്കും ഗീസ്. ഓ ബ്രോ, ഞാൻ ഒരുത്തൻ്റെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ ബ്രോ, അമ്മത്തെ ഈശി പൂശി ഈശി പൂശി ഈശി പൂശി. എടാ എന്റെ ആയൻ ബേബി സോംബി എടുത്തോണ്ട് പോടാ. എന്റെ ആയൻ മറ്റേ ഫോക്സ് ഒന്ന് എടുത്തോണ്ട് പോയി. സോക്സാ? മറ്റേ കൊരങ്ങനല്ലേ? കൊരങ്ങനല്ല, പട്ടിയില്ലേ? പട്ടിയെ പോലെ ഇരിക്കുന്ന കുറുക്കൻ അല്ലേ? എനിക്ക് ചാർക്കോള് കിട്ടി. ചാർക്കോള് വേണോ? ചാർക്കോള് വേണോ? ചാർക്കോളല്ല ബ്രോ, കോളാണ്. അവിടെ കോള് പോലെ ഇരിക്കുന്ന വേറൊരു സാധനം കിട്ടിയടാ എനിക്ക്. ഓ ഫ്ലിന്റ്, FLINT, ഫ്ലിന്റ് ബ്രോ. ഫ്ലിന്റ് മറ്റേ ഫ്ലിന്റും മറ്റേ അയണും വെക്കുമ്പോൾ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ കിട്ടണ. അപ്പൊ ബ്രോ നമ്മൾ റിച്ച് ആയി ബ്രോ. നമുക്ക് ഇനി 5 ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കും. 5 ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞോളൂ. എടാ നമ്മൾ ഫ്ലിന്റിനോട് ആയണല്ലേ വെക്കുന്നത്, അപ്പൊ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഫ്ലിന്റ് ആൻഡ് ആയണല്ലേ പറയണം. ഫ്ലിന്റ് ആൻഡ് അയൺ എന്ന് പറയുന്നത് അവർക്ക് കുറച്ചിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ, നമ്മള് സ്റ്റീൽ എന്ന് പറയുമ്പോൾ മോഷണം എന്ന് അർത്ഥമുണ്ടല്ലോ. അപ്പൊ നമ്മൾ അയൺ മോഷ്ടിച്ചതല്ലേ, എവിടെ നിന്നൊക്കെയോ മോഷ്ടിച്ചതല്ലേ, അപ്പൊ നമുക്ക് അതുകൊണ്ടായിരിക്കും ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എന്ന് വന്നത്. എങ്ങനുണ്ട് ബ്രോ എന്റെ IQ? കൂടിപ്പോയി സംശയം. അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ചെയ്ത് ഞാൻ പൊട്ടണ? You are Putin, മനസ്സിലായില്ലേ? No bro, I am a Mandan. You are a Mandan, മനസ്സിലായോ? Yes, I am a Mandan. Guys, ഇതിന്റെ പേരറിയാമോ? ഇതിന്റെ പേരറിയാമോ? ഇതാണ് മൊറ്റ. മൊറ്റ മൊറ്റ. അതൊക്കെ അങ്ങനെ പറയാൻ പറ്റൂല ബ്രോ. ഗൈസ്, നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാമോ? ഗ്ലാസ് വിത്ത് വാട്ടർ. ഞാൻ കാണും ആന്റി, സ്കൂൾ വെച്ച് ഞാൻ മാത്രമേ അറ്റ ഉണ്ടാകുള്ളൂ. എന്തിനടേ നമ്മത്തെ സഞ്ജയ്
ഞാൻ സംസാരിക്കട്ടെ. നമ്മളെ വേണ്ട, നീ ഇവിടെ ഇല്ല, നീ ഇവിടെ നിന്നോ. രാവിലെ എത്ര മണി വരും? രാവിലെ നീ ഞാൻ അങ്ങോട്ട് വിളിക്കാതെ. ആന്റി 6 മണി കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല ആന്റി. അമ്മയുടെ സ്വഭാവം കൊള്ളാം കേട്ടോ. എന്ത് ചെയ്യാൻ ബ്രോ, ഇങ്ങനെയൊക്കെ തന്നെ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ബ്രോ. എന്റെ അമ്മ തന്നെ എത്രയും കൂടുതൽ. അവൻ എപ്പോഴും പഠിക്കണ, അവൻ നന്നായിട്ട് പഠിക്കുമല്ലോ. അവൻ എപ്പോഴും പഠിക്കുമ്പോ അവന് ഒരു ഇത് വേണ്ടേ, ഒരു എൻജോയ്മെന്റ്. മനസ്സിലാക്കി ഇവിടെ തള്ളമാർക്ക് മനസ്സിലാവും. ബ്രോ ഓൺ വീഡിയോ റെക്കോർഡിംഗ്, ബ്രോ ഓൺ വീഡിയോ റെക്കോർഡിംഗ് പ്ലീസ്. എഡിറ്റ് ചെയ്ത് മാറ്റിക്കോ, സീനില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യണല്ലോ, സീനില്ല. ഞാൻ ക്രീപ്പറിനെ തീക്കാണ്. നീ അങ്ങനെ പറയരുത് ബ്രോ. ഞാൻ ക്രീപ്പറിനെ ഞാൻ ഒന്ന് തീർക്കരു. അമ്മത്തെ ക്രീപ്പർ അല്ല ബ്രോ, ഇത് വേറെ ഐറ്റം ബ്രോ, ഇത് വേറെ ഐറ്റം ബ്രോ. അമ്മത്തെ സ്കെലട്ടൺ, സോംബി എല്ലാം ഉണ്ടല്ലോ. എന്നെ കൊല്ലാനുള്ള ആരും എൻ്റെ പിറകെ വരണുണ്ട്. പേടിക്കണ്ട. എൻഡർമാൻ എങ്ങനെ ബ്രോ സ്പോൺ ആയത്? കാരണം ഞാൻ ഈസി ഇട്ടു ബ്രോ. ഓക്കെ ബ്രോ. ഒരു ക്രീപ്പറിനെ കൊല്ലാൻ നിന്ന ഞാൻ ആഡ് ചെയ്തോണേ. അത് ഒരു ക്രീപ്പറിനെ കൊല്ലാൻ നിന്ന ഞാൻ ഇവിടെ ക്രീപ്പർ ഓമരെല്ലാം ഒറ്റക്കെട്ട് ബ്രോ. ഓരോരുത്തന്മാരെ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് കൊല്ലും എന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് എനിക്ക് പണി കിട്ടി. അമ്മത്തെ ഞാൻ പെട്ട് ബ്രോ. എനിക്ക് ഒരൊറ്റ ഹാർട്ട്. പീസ്ഫുൾ ജസ്റ്റ് മിസ് ബ്രോ. ഓ, എന്നെ ഇപ്പൊ കൊല്ലാൻ വന്നത് ഞാൻ നിർത്തി തീത്ത്. അമ്മത്തെ ഇങ്ങനെ നമുക്ക് തീർക്കാം. ഇഞ്ചിഞ്ചായിട്ട് തീർക്കാം നമുക്ക് അതിനെ.
ഓക്കെ ഇവിടെ നമുക്ക് കയറണമെങ്കിൽ ഇങ്ങനെ ഒരിത് വേണം ഗീസ്. ക്രീപ്പർ നമുക്ക് തീക്കാം ഗീസ്. ക്രീപ്പറിനെ ഇപ്പോൾ തീക്കണം. But skeleton is coming from far away, guys. Okay. വെട്ട് പൊട്ടിക്കോ. അത്രേ ഉള്ളൂ. വെള്ളത്തിലാണ് ഡാമേജ് കിട്ടിയില്ല. അമ്മത്തെ ഇത്രയും ഗ്രൈൻഡിങ് ചെയ്ത് ഒരുമാതിരി പരിപാടിയായി പ്ലീസ്. അയ്യോ ഇതിൽ ചിരിക്കുക എന്തിരിക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നും ഗൈസ്. ദിസ് ഈസ് എ വേ ഗൈസ്. അമ്മത്തി പൗഡർ കിട്ടിയില്ല. അമ്മത്ത് ഗൺ പൗഡർ കിട്ടി ഗൈസ്. അമ്മത്ത്
It's organized by a zombie, bro. I'm back. കേട്ട് കേട്ടോ ഞാനത്. It's orchestrated by a zombie അല്ലേ? ഞാൻ ചത്ത. ഞാൻ കണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കണം. ഇറ്റ്സ് orchestrated by a zombie. അതുപോലെ ഞാൻ ഇറങ്ങാൻ തന്നെ ഗെയിം കുത്താവും. അയ്യോ, എനിക്ക് എവിടെയോ പണി കിട്ടിയെന്ന് ഡൗട്ട്. അമ്മത്തെ ക്രീപ്പർ ക്രീ ക്രീ ക്രീ. നീ പീസ് വിട്ടാണ് ജോൺ പീസ് വിട്ട് ഹെൽത്ത് കുറവാണ്. ഇപ്പൊ ഇടാൻ സൗകര്യമില്ല. സൗകര്യം ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത്, ഇപ്പൊ ഇടാൻ പറ്റൂല. ഗെയിം പോസ്റ്റ് ബ്രോ ഇവിടെ കുറച്ച് സ്കെലട്ടൺ ഒക്കെ നിൽക്കണം. അതിനൊക്കെ തീത്ത് അതിന്റെ ബോ എടുത്തോട്ടെ. കുറച്ച് വെയിറ്റ് ചെയ്യണേ. നീ സർവൈവ് ചെയ്യ് ബ്രോ. എന്താണ് ബ്രോ ഇങ്ങനെ? രാവിലെ ഇത് സർവൈവ് ചെയ്ത് നിനക്ക് അത്രയ്ക്ക് ഇതാണോ? രാവിലെ അയ്യോ ചത്താണ് ഞാനാ. ഞാൻ ചത്ത കാര്യം. 5 മിനിറ്റ് ആവുന്ന പാക്കും ബ്രോ. ഈ സാധനം കൊണ്ട് ഓർത്ത് തന്നെ കൊല്ലാം. ഒരു സ്കെലട്ടൺ ആണ്. ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിങ്ങനെ എനിക്ക് നിന്നെ കിട്ടണമായിരുന്നു ബ്രോ. സ്കെലട്ടനെ കൊന്നിട്ടുണ്ടേ. ഇനി ഇടൂല. അവിടെ വരുത്ത നിൽക്കണം. അവനെയും കൂടെ തീത്തോട്ടെ. അവ അവിടെ നിന്ന് ചാവട്ടെ. ഇതാണ് നല്ല ബ്രോ. സോർഡ് എടു ബ്രോ. സ്കെലട്ടൻ അവനെന്താ സോർഡ് എടുക്കാത്ത? എടുത്തില്ല അന്ന് എടുത്ത്. പക്ഷെ എനിക്ക് അവന്റെ ബോ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അത് ചീറ്റിങ്. അവിടെ ഞാൻ അടുത്ത് നിന്ന് അവന്റെ ബോ എല്ലാം കൂടെ നോക്കിയപ്പോ അതെല്ലാം എന്റെ മണ്ടയ്ക്ക്. എനിക്ക് അര ഹാർട്ട് വെറും പീസ്ഫുൾ ഇടൂല ബ്രോ. നമ്മൾ അങ്ങനെ പഠിക്കാൻ പാടില്ല ബ്രോ. എല്ലാം എളുപ്പ വഴി അടിച്ച്. കേട്ടില്ല. ഞാനാ ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയി സ്പോണാവും. സാധനം എവിടെയെങ്കിലും ഡീസ്പോണാവും. ഇങ്ങനെ പേടിക്കാതെ പോയി. പേടിക്കേണ്ടി വരും ബ്രോ. കാരണം ബിക്കോസ് മൈ സാധനങ്ങൾ ആർ മിസ്സിങ് ഹിയർ.
My crafting tabling is sitting here, bro. That's safe, bro. I am proud of you. I am proud of you, my crafting table. You are still here. എങ്ങനെയുണ്ട് എൻ്റെ ഇംഗ്ലീഷ്? നീ കാരണം അച്ഛൻ എന്നെ ഇടക്കിടക്ക് വിളിച്ച് കളിയാക്കും, അറിയാമോ? ചപ്ര സ്പ്രിങ് എന്നും പറഞ്ഞോണ്ട്. നിന്നെ അച്ഛൻ സമ്മതിക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ കാരണം ദൈവമേ, എലോൺ മസ്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ ദൈവമേ രക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ സോഡ് പിക്കാക്സ് എല്ലാം കിട്ടി എനിക്ക് തിരിച്ച്. പവർ ബ്രോ, ദ പവർ ഓഫ് ഗോഡ്. പൊളി ബ്രോ, നമ്മൾ പൊളിയല്ല ബ്രോ. എനിക്ക് 2-3 എല്ലിന്റെ പീസും കിട്ടി, ബോണ്. അതെന്തിനാ ബോൺ പീസ് അവിടെ നിന്നാണ് കിട്ടണ? ബോൺ പീസ്, ബോൺ മീലല്ല, ബോൺ, വെറും ബോൺ. സ്കെൽറ്റനെ കൊന്നപ്പോ എനിക്ക് 3 എണ്ണം കിട്ടി. ഞാൻ 3 സ്കെൽറ്റൻ എന്തോ കൊന്നു തോന്നുന്നു. ലാവയില് ചാടി. ഇപ്പൊ പീസ്ഫുള്ളിന്റെ പ്രശ്നമല്ലല്ല. പീസ്ഫുൾ ഇടൂല ബ്രോ. നമ്മൾ അങ്ങനെ പഠിക്കാൻ പാടില്ല, അങ്ങനെ പഠിക്കാൻ പാടില്ല. ബ്രോ മൊബൈലിൽ നമ്മള് പവർ അല്ലേ ബ്രോ? നമ്മളെ കൊണ്ട് എന്തും പറ്റൂലേ ബ്രോ? അങ്ങനെയല്ല ബ്രോ. ആ വെള്ളം 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 വെള്ളത്തിൽ കൂടെ ചാടാൻ പാടില്ല. വെള്ളത്തിൽ കൂടെ ചാടിയ ലാവയിൽ കൂടെ ചാടുന്നതിന് തുല്യമാണ് ഗീസ്. അതങ്ങനെയാണ് ഗീസ്. ഇവിടെ ആറര മറ്റേ ഇതുണ്ടാക്കി വെച്ചേക്കണ നീയാണ്. നമ്മുടെ രോഹിത വന്ന് ഗേൾസ്. വെയിറ്റ് ചെയ്യ, നിന്റെ കയ്യിൽ എന്തിനു ബ്രോ ഇരിക്കണ? കൊല്ലല്ല പറഞ്ഞ കോബ്ൾസ്റ്റോൺ. എടാ ഒരു പിക്കാക്സ് ഉണ്ടെങ്കിൽ തടാ. Yes bro, I want a pickaxe. കേറി പകുതിയാക്കി. കിട്ടിയത് വെച്ചോണം പോലെ, കിട്ടിയത് വെച്ചോണം പോലെ. ഓണം, വിഷു, അങ്ങനെ ഇന്ന് വിഷു അല്ലേ ബ്രോ? ഹാപ്പി വിഷു ടു ഓൾ ഗൈസ്. എടാ എന്നെ നോക്കടാ, എന്നെ നോക്ക്. യെസ് ബ്രോ, ഐ ആം തുറക്കുന്നു. എടാ ലീഫ് ഫുള്ള് പൊട്ടിച്ചാണ്ടാ. ലീഫ്, മരത്തിന്റെ ലീഫ്. ഞാൻ നിക്കുന്നതിന്റെ അവിടെ എനിക്കൊന്നും കണ്ടൂടാ. ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടേക്ക് തന്നെ. ഓ ആ ലീഫ് ഫുള്ള് വെട്ടിക്കണം. സെറ്റിങ്സ് പോയി. വീഡിയോ പോയിട്ട് ഓക്കേ ബ്രോ. ഉമ്പോ ഓ എന്റെ പൊന്നെ, സെറ്റ് എക്സ്പീരിയൻസ്. എനിക്കിപ്പോ അണ്ടർഗ്രൗണ്ട്, ഇത്ര അണ്ടർഗ്രൗണ്ട് ചെയ്തിട്ട് കാണാം. മോനെ എടാ ഇത്ര നേരം 8:25 ഉള്ളൂ. ആ ബ്രോ, ഞാൻ ഐ ഫൗണ്ട് എ അണ്ടർഗ്രൗണ്ട് ബ്രോ.
ഇതുവഴി നീ വെള്ളം ഉണ്ടല്ലേ ബക്കറ്റിൽ എങ്ങനെ വെള്ളം എടുത്തിട്ട് അതിൽ ചാട് നീ. ബ്രോ ദിസ് ഈസ് ഈസി ബ്രോ. ആ അതെയാവണ്ട എന്നെ പഠിച്ചത്. ആ അങ്ങനെ പറ ബ്രോ. വാട്ട് യു വാണ്ട്. എടാ നീ ഇനി അവിടെ പോണോ? അയ്യോ ചാം ഉറങ്ങാം. എടാ നീ സെറ്റിംഗ്സിൽ പോയി ഉറങ്ങുന്ന ആളെ ഒന്നാ കേട്ടോ. സെറ്റിംഗ്സിൽ പോയിട്ട് ഉറങ്ങണ ആളല്ല. ഫാഗത്തിന് ക്രീപ്പറിനെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായി. എടാ സൂർജ് സെറ്റിംഗ്സിൽ പോയി എവിടെ പോയാൻ? ഗെയിമിൽ പോയി. ഫുള്ള് സ്ക്രോൾ ചെയ്യണോ? ഫുള്ള് സ്ക്രോൾ ചെയ്യണോ? ആക്ടിവേറ്റ് ചീറ്റ്സ് ചെയ്യട്ടാ? എടാ ഷോ ഡേയ്സ് പ്ലേ ഇടണേ. നമ്മൾ കളിച്ച ഡേയ്സ് നോക്കാം നമുക്ക്. ഞാൻ ഗെയിമിൽ തന്നെ നിൽക്കുന്നത്. ആക്ടിവേറ്റ് ചീറ്റ്സ് ഇടട്ടാ? റീസ്പോൺ റേഡിയസ് ആണ്. പ്ലേയേഴ്സ് അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഞാൻ നിന്നെ ഓപ്പറേറ്റർ ആക്കട്ടാ? നീ ചെയ്യോ? എനിക്ക് തന്നെ നിന്റെ ഇൻവിറ്റേഷൻ കാണിക്കില്ലല്ലോ. എന്താ റാസിഫ് ഗെയിമിങ് അവന് മാത്രമേ നീ കാണിക്കുന്നുള്ളൂ. റാസിഫ് ഗെയിമിങ് അവ ഓഫ്ലൈൻ ഫ്രണ്ട് ആയിരുന്നു. നീ കേറിയായിരുന്നില്ലേ? ക്രീപ്പർ ആണെങ്കിൽ സീന് നോക്ക്. ക്രീപ്പർ ഞാൻ എന്നെ ഇപ്പൊ കൊന്ന് 2 പ്രാവശ്യം ക്രീപ്പറാണ് കേസ് കൊന്നത്. പക്ഷെ അവിടെ ഒരു വിച്ച് എന്തോ ഉണ്ടായിരുന്നു. അമ്മത്ത് ആ പെട്ടു. ഇപ്പം നമ്മളങ്ങനെ വീണ്ടും ചാവാൻ പോവുകയാണ് കേസ്. പീസ്ഫുൾ അതാണ് കേസ് നമ്മൾ എത്തിക്സിന് ചേർന്നത്. ഇപ്പോൾ അല്ലടാ രോഹിത്തെ, ഇപ്പൊ നമ്മൾ എത്തിക്സിന് ചേർന്ന് പീസ്ഫുൾ ആണല്ലേ? I am invite my friend guys but എനിക്ക് കാണിക്കുന്നില്ലടാ നിന്റെ ഇൻവൈറ്റിംഗ് മറ്റു സാധനം. ബ്രോ നിർത്താൻ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഒരു 11 മണിയാകുമ്പോ എഡിറ്റ് ചെയ്യാം. പക്ഷെ 11 എനിക്ക് 12 മണിയാകുമ്പോ കിട്ടണം സാധനം. എടാ മൈൻക്രാഫ്റ്റിന് എത്ര വ്യൂസ് ഉണ്ടെന്ന് നോക്കിയാ? ഞാൻ നോക്കിയില്ല ബ്രോ. നമ്മളിപ്പോ ഗൈസ് മൈൻക്രാഫ്റ്റിൽ ഡേ 11 ദിവസം കളിച്ച് ഗൈസ്. ബട്ട് നമ്മളിപ്പോ 11 ദിവസം കളിച്ചെന്നൊക്കെ ഉള്ളതൊക്കെ ശരി തന്നെയാണ്. 11 ദിവസം നമ്മൾ 11 പ്രാവശ്യം ചത്തിട്ടുണ്ട് ഗൈസ്. അത്രേ ഉള്ളു വ്യത്യാസം. I love
ഇല്ല കാണും. ഉമ്മച്ചി എടാ പീസ് ഒട്ടിക്കാനേ ഓ ബ്രോ നന്മ മാറുന്ന എനിക്ക് നന്മ കൂടെ പോയാണ്ട് ഇത്ര നേരം ഞാൻ ചത്തത് ഇമ്മയിൽ. നിനക്ക് പീസ് ഇട്ടൂടെ അതേ ഞാൻ പറഞ്ഞു, നന്മ കൂടി പോയാണ്ട് ഇത്ര നേരം ചത്തതെന്ന്. നന്മ കുറഞ്ഞായിരുന്നു എടാ ക്രീപ്പറടാ പീസ്ഫുള്ളില്. നീ ഈസി എങ്ങാനും തന്നെ ഇട്ടേക്കണ. അല്ല പിന്നെ അത് ക്രീപ്പർ വല്ല ഗ്ലിച്ച് വരും തന്നെ. ഗെയിമിൽ അടുത്ത് പൊട്ടാൻ നോക്കിയോ നോക്കട്ടെ. ഇല്ലടാ വലിയണതേ ഉള്ളു, പൊട്ടണില്ല. ഞാൻ അടുത്ത് നിൽക്കുക തന്നെ. അത് ഗേസ് അങ്ങനെ നമ്മൾ ആദ്യമായി ക്രീപ്പറിന്റെ അടുത്ത് നമ്മൾ നിൽക്കുന്നു ഗേസ്. നല്ല സ്നേഹമുള്ള ക്രീപ്പർ. കുറച്ച് കഴിയുമ്പോ ആ സ്നേഹമൊന്നും കാണില്ല ഗേസ്. നമ്മളെ വലിച്ചു കീറിക്കൊല്ലോ അത്. എടാ ക്രീപ്പർ എന്തിനാണ് ഈ സ്വന്തം ജീവൻ കളഞ്ഞ് നമ്മളെ കൊല്ലണത്? സത്യമല്ലേടാ അത്? ഈ ക്രീപ്പർ സത്യം ഈ ക്രീപ്പറിന് അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ലേ ചാവാൻ? പണിയില്ലല്ലോ. അയ്യോല്ല അവിടെ വേറെ പണിയൊന്നും കിട്ടണില്ല. കയ്യിലല്ല ആ ഡിപ്രഷൻ ആവുമ്പോ പോയി തപ്പത്. ഓ കൈയില്ലാത്തതിന് ഡിപ്രഷൻ. ബ്രോ നമുക്ക് പറഞ്ഞു തീക്കാം എന്ന് പറഞ്ഞ് നമ്മളെ പോയി ചെല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്രീപ്പർ നമ്മളെ കൊല്ലും. അതുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞ് ചെല്ലാതെ. എടാ ഹീറോ ബ്രെയിൻ ആരാണ്ടാ? ഹീറോ ബ്രെയിൻ ഒരു ഗ്ലിച്ചായിരുന്നു. പക്ഷേ ഹീറോ ബ്രെയിൻ ബ്രേക്കാണ്. ഈ മൈൻക്രാഫ്റ്റ് ഉണ്ടായിരുന്ന സാധനമാണ്. ഈ മൈൻക്രാഫ്റ്റ് എടാ നോച്ച് ഒരു ചുമ്മാ ഉണ്ടാക്കിയത് മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കിയത് നോച്ചുണ്ടല്ല. നമ്മൾ ഈ ചുമ്മാ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഒരു കഥ ഉണ്ടായി. ഹീറോ ബ്രെയിൻ ഒരു ഗ്ലിച്ചാണ്. അത് വന്ന് മരത്തിന് ലീവ്സ് ഒക്കെ എടുത്ത് കളയും. അങ്ങനല്ല, ഈ മൈൻക്രാഫ്റ്റിൽ റിയൽ ആയിരുന്നു അത്. മൈൻക്രാഫ്റ്റിൽ അതില്ലായിരുന്നു, ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ ഹീറോ ബ്രെയിൻ എന്നുള്ള. പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ അങ്ങനെയാണല്ലോ പറഞ്ഞേക്കണ. ഹീറോ ബ്രെയിൻ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അത് റിമൂവ് ചെയ്ത് മൈൻക്രാഫ്റ്റിനെ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അതെല്ലാം ജാവയില് എല്ലാ അപ്ഡേറ്റ് റിമൂവ് ഹീറോ ബ്രെയിൻ എന്ന് പറഞ്ഞ് കാണിക്കും. ചുമ്മാ പബ്ലിസിറ്റി അത് കൊള്ളാല്ലേ? ശരിക്കും ഹീറോ ബ്രെയിൻ എന്തിനാണ് സാധനം? ഹീറോ ബ്രെയിൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ. അത് ചുമ്മാ നമ്മളെ വേറെ ഇവിടെ തുറഞ്ഞ് എന്തൊക്കെയോ ചെയ്യും. വേറെ എന്തിനും വേറെ റെഡിസ്റ്റോൺ ഡോക്ടൊക്കെ അവിടെ ഇവിടെ വെക്കും. എന്നിട്ട് കുറെ ഇവിടെ അവിടെ ഇവിടെ മൈൻഡ് ചെയ്ത് വെക്കും. അതന്നെ. പിന്നെ മറ്റേ മരത്തിന്ന് ലീവ്സ് ഒക്കെ എടുത്ത് കളയും. ലീവ്സ് ഒക്കെ പറിച്ചു കളയും. അവനപ്പൊ ഭ്രാന്തി തന്നെ. അപ്പൊ മരത്തിന്ന് ലീവ്സ് പറിച്ചിടണമെങ്കിൽ അവൻ അത്രയ്ക്ക് സമയമുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പൊ അത് കളയാനാണ് അവൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ അവൻ പൊട്ടനല്ലേ? അല്ല, മണ്ടനാണ്. ബ്രോ ഒന്നുമില്ല. എടാ സ്ട്രിങ് ഒപ്പിക്കണോടാ. എനിക്ക് സ്ട്രിങ് ഒപ്പിക്കണം ബ്രോ. എനിക്ക് ഇത്ര ഒപ്പിച്ചേരോ നീ? എപ്പം? എനിക്ക് ഇപ്പൊ വേണം, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഹാർഡാക്കും. നീ പറക്കും, എനിക്കറിയാല്ല. നമുക്ക് ഈസി ആക്കാം. ഈസി ആകുമ്പോ പതുക്കെ ഹാർട്ട് പോകും. ആ നിന്റെ അടുത്ത്
അടുത്തോട്ട് എനിക്ക് വരാനുള്ള വഴിയായി. നീ ഇപ്പൊ അവിടെ നിൽക്കിയല്ലേ, ഞാൻ ഇപ്പൊ വരാം അങ്ങോട്ട്. നേരത്തെ വന്ന സ്ഥലത്ത് തന്നെയല്ലേ, നേരത്തെ നമ്മൾ മീറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെയല്ലേ നീ ഇപ്പൊ നിക്കണ? എന്നിട്ട് ഞാൻ പോയി ചത്തതല്ലേ? എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന? നിന്നെ കാണാം. It's okay, is coming soon. എന്താ നീ ഇപ്പൊ നോക്കിയത്? എന്തിനാ നീ നോക്കണത്? എന്ത് ചത്തോണ്ട് എന്ത് തിരിയണ്ട് നീ? എടാ എന്താ നോക്കുന്നത്? ഇങ്ങനെ നോക്കിയാണ് തലക്കകത്ത് കയറിയിരിക്കണേ. സോറി ബ്രോ ഇനി ഞാൻ ചെയ്യില്ല. എടാ ഈ കുമിള് വേണോ? കുമിള് റെഡ് മഷ്റൂം വേണോ? മഷ്റൂം റെഡ് മഷ്റൂം വേണ്ട. നിങ്ങൾ ഇങ്ങോട്ട് എന്നെ നോക്കാം. ഞാൻ പറഞ്ഞു എന്നെ നോക്കാം. എന്തിരി കണ്ടാ അവിടെ ഞാൻ മൈൻഡ് ചെയ്തത്. അപ്പോഴത്തേക്ക് അയ്യോ മൈൻഡ് ചെയ്യാൻ പോയത്. അയ്യോ ഞാനും മൈൻഡ് ചെയ്തപ്പോ എന്റെ തല മൈൻഡ് ചെയ്തു. എന്റെ തല മൈൻഡ് ചെയ്യുന്ന ബ്രോ. ഞാൻ പോണ ബ്രോടെ, എനിക്ക് ടൈം ഇല്ല നിന്റെ അടുക്കുന്ന സമയം കളയാൻ. നീ എന്നെ അടിക്കാൻ വന്നല്ലേടാ, സത്യം പറ. ഞാൻ ഒന്നും ചെയ്യില്ല. അതെന്തരാ നീ ജാവ കളിക്കണ? അതെന്തരാ അത്? ഒന്നടിച്ചാണങ്ങനെ? അതെന്തരാ അത്? നീ എവിടെ പോയാ? അണ്ടർഗ്രൗണ്ട്. ഞാൻ പറഞ്ഞു This is my room, bro. You know allow. Your restriction. Get out. Ode buddhi. You would have put a bed to wear and Chana. I know. Nah, bro, എന്താ എടുത്തോ. ഇത് മൈൻഡ് ചെയ്തു. പിടിച്ചോ. ആവശ്യപ്പെട്ടു ഇത് ആവശ്യപ്പെട്ടു. റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത മോനെ ആവശ്യം. അത് ആവശ്യം. അത് വേണം. ഇത് കൊള്ളാം കേട്ടോ ഡിസൈൻ നിന്റെ. എന്നാ ഇത് വെച്ചോ. അത് വേണ്ട, എന്റെ ഗിഫ്റ്റാണ്, എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല. ഞാൻ നിനക്ക് അതല്ല ഞാൻ ചോദിച്ചത്, നിനക്ക് അത് വേണമെന്നല്ല. എന്നാ ഇതെടുത്തോ എൻ്റെ എന്നതാ
ഞാൻ ഇത് അവിച്ചത്. അയ്യോ ഞാൻ തന്നെ എടുത്തോ അത്. എടുത്തോ 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 എടുത്തോ. പൊരിച്ചിറച്ചി തിന്നോ. താങ്ക് യു ബ്രോ. ഇവിടെ ഫർണസ് ചുമ്മാ ഇരുന്ന് കത്തണാടേ. ഇപ്പോഴാണ് ഞാൻ സാധനം വെച്ചത്. എടാ ഇതുള്ളത് എന്തായാലും നന്നായി ഏട്ടാ. ഈ മറ്റേ മണ്ടയിലോട്ടിരിക്കണത് എന്റെ കണ്ടുപിടുത്തം കണ്ടോ. എന്നെ സംഭവിക്കും ബുദ്ധിമാൻ. ഞാൻ പോണം. എന്തിനടാ എന്റെ കണ്ടുപിടുത്തം? അല്ല സാധനം ഒരു ദിവസം നിന്നെ കൈ കിട്ടോളെ. അവൻ ഞാൻ സത്യത്തെ അറിയാതെ ചെയ്തു. ഞാൻ നീ ഫർണസ് തൊട്ടതാണ്. നീ എന്നെ ഒരടി അടിച്ചോ അടിച്ചോ അടിച്ചോ. നീ കുറച്ച് അൺക്രാഫ്റ്റിന്റെ അവിടെ നീ എന്തിനു മൈൻഡ് ചെയ്യണ? കളയാനാ? എടാ അത് വയ്യടാ. എടാ അതിനെക്കാട്ടി ഫർണസ് ഇട്ടങ്ങ് ചെയ്താ പോരടാ. ഇത് ഞാൻ ഫ്യൂല് വേണ്ട, ഇൻഫിനിറ്റി ആണ്. അല്ല ഇൻഫിനിറ്റ്. എന്നാ പിന്നെ അതിനകത്ത് തന്നെ നോക്കിയ വെച്ചോ. അല്ല വേണ്ട കളയാൻ പിന്നെ അവിടെ. നീ അതിപ്പോ എന്തിനു വെച്ചാ? തിരിഞ്ഞാണ് നീ എന്തിനു മുടി തൂങ്ങി കിടക്കണതാ? എന്തൊരു ബാലകൃഷ്ണ കുട്ടുമാനാ. കളിയാക്കണെന്ന് വെച്ചിട്ട് നീയും ചിരിക്കല്ലടാ പൊട്ട. കളിയാക്കാൻ ബ്രോ. എന്റെ ചന്തി പൊള്ളി. എന്തിനാ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണ? എനിക്ക് കിട്ടിയ സാധനം എവിടെ എവിടെ ബെൻഡിനെവിടെ? ഇതിനടിയിൽ എങ്ങനെ തന്നെ ഇതാ ബെണ്ടൻ. ഇതാണ് ശരിക്കും സ്റ്റീവ്. നീ എന്നെ ഇപ്പൊ അടിച്ചോണ്ടേ? അത് അറിയാൻ അടിച്ചാണ്. എന്നാ നീ പിടിച്ചാനോ തന്നെ ചോദി. ഇവിടെ ഫുള്ളും മാറി. അതാണ് പാട്. പഠിക്കണം വെൽഡ്രന്റെ പിറകാൻ ഉണ്ടാവും. ഇപ്പൊ എന്ത് രൂപമൊന്നും പിടിയില്ല. നേരത്തെ ഞാൻ പോണു മൈനിങ്ങിന് പോണു. ഇവിടെ ഷീപ്പ് ചത്തില്ലേ? ഇവിടെ വേറെ ബ്രൗൺ ഷീപ്പ്. ഇവിടെ ഷീപ്പ് മാത്രമേ ഉള്ളൂ. പിടിച്ച് കറി വെച്ചോ? കറി വെച്ചാലേ നമുക്ക് ഷീപ്പ് കറി അല്ലേ, നമുക്ക് ആട്ടും കറി. അയ്യോ സോറി. എടാ നീ എഡിറ്റ് ചെയ്താ? ഇതാ ബണ്ടൻ. കണ്ടൂടെ ബാക്കി കണ്ടൂടെ? ഉണ്ടായി. ഞാൻ നിന്നെ മിണ്ടാതെ വെച്ചിരുന്നപ്പോ നിനക്ക്
എടാ ഇതെന്താ ഇന്ന് പുകയാണ്? ക്യാമ്പ് ഫയർ. നമുക്ക് എന്നെ ചുറ്റും ഇരുന്നാല അപ്പൊ പ്രൊട്ടക്ഷൻ വേണ്ടി ഇനി തൊട്ട് ഈസി ഇടാൻ പോവാണേ. ഇപ്പൊ രാത്രി ആകുമ്പോ നമുക്ക് കേസ് മാറ്റാം. ഈസി ഇടാൻ പോ, അതാണ് നല്ലത്. ഇപ്പൊ ഹങ്ങർ വന്നോളാം, ചുമ്മാ ഹങ്ങർ കളയാൻ എന്തിനാണ് ഇപ്പൊ മോപ്പിൽ പോകണമെങ്കിലും. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കുക ഗൈസ്. പീസ് ഔട്ട്.